ഒരു സുപ്രധാനമായ വാർത്തയിലേക്ക് പോകുന്നു. സെൻകുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട വ്യക്തത വരുത്തണമെന്ന സർക്കാരിന്റെ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പുതുതായി വരുന്നത്. ഈ വിഷയത്തിൽ സന്തോഷ് സർലിംഗ് ചേർന്നുണ്ട് സുപ്രീം കോടതിയിൽ നിന്നുള്ള വിവരങ്ങളുമായി. സർലിംഗ്, എങ്ങനെയാണ് വിശദാംശങ്ങൾ? സൗമ്യ, കോടതി ഏകദേശം ഒരു 15 മിനിറ്റോളം സെൻകുമാറിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വാദം ഇന്ന് കേട്ടു. അതിനുശേഷമാണ് നിർണായകമായ ചില തീരുമാനങ്ങൾ കോടതിയിൽ നിന്നുണ്ടായത്. സെൻകുമാറിന്റെ അഭിഭാഷകർ പ്രധാനമായും വാദിച്ചത് ഈ സംസ്ഥാന സർക്കാർ ഉത്തരവിനെ എല്ലാ തരത്തിലും വൈകിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, ഉത്തരവിനെതിരെ കളിക്കുകയാണ് എന്നായിരുന്നു സെൻകുമാറിന്റെ അഭിഭാഷകന്റെ വാദം. അതുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തണം എന്ന് മാത്രമല്ല, സെൻകുമാറിനെ പുനർനിയമിക്കാൻ ഉത്തരവിട്ടതിനു ശേഷവും പോലീസ് ആസ്ഥാനത്തടക്കം വളരെ നിർണായകമായ സ്ഥലം മാറ്റങ്ങൾ, നിയമനങ്ങൾ ഒക്കെ ഉണ്ടായി. ഇത് നിർത്തണം എന്നീ രണ്ട് ആവശ്യങ്ങളാണ് പ്രധാനമായും സെൻകുമാറിന്റെ അഭിഭാഷകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്നാൽ സുപ്രീം കോടതി ഇത് അംഗീകരിച്ചില്ല. കാരണം നിയമനങ്ങൾ നടത്തുന്നതും പുനർനിയമിക്കുന്നതും ഒക്കെ മറ്റ് ഉന്നത സ്ഥാനമാനങ്ങൾ മാറ്റം വരുത്തുന്നതൊക്കെ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമാണ്. അക്കാര്യത്തിൽ ഇടപെടാനാകില്ല. ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തണമെന്ന ആവശ്യവും തള്ളുന്നു. എന്നാൽ ഈ കോടതി അലക്ഷ്യ ഹർജി, സെൻകുമാർ നൽകിയ കോടതി അലക്ഷ്യ ഹർജി വാദത്തിന് എടുക്കാം. അക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയക്കാമെന്ന് കോടതി അറിയിച്ചു. ഇതേ തുടർന്ന് സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചു. ചൊവ്വാഴ്ചയ്ക്കകം സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ മറുപടി നൽകണം എന്ന് മാത്രമല്ല, ഈ 2 ദിവസം നീണ്ട വാദത്തിന് ശേഷമാണ് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. അതിനുശേഷവും ഭേദഗതിയുമായി വന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഭേദഗതി അപേക്ഷ ഫയൽ ചെയ്തതിന് പിഴ സംസ്ഥാന സർക്കാർ അടയ്ക്കാനും സുപ്രീം കോടതി ഉത്തരവിട്ടു. 25,000 രൂപയാണ് അടയ്ക്കണം. സുപ്രീം കോടതിയുടെ ഈ നീക്കത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഈ ഭേദഗതി ആവശ്യമടങ്ങിയ ഹർജി പിൻവലിക്കുന്നതായി അറിയിച്ചു. പക്ഷെ അത് സുപ്രീം കോടതി അംഗീകരിച്ചില്ല. പിൻവലിച്ചാലും ഇല്ലെങ്കിലും പിഴ നൽകുക തന്നെ വേണം എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. പക്ഷേ വേഗത്തിൽ, അതായത് സെൻകുമാറിനെ എത്രയും വേഗം സമയബന്ധിതമായി നിയമിക്കണമെന്നും അതിനൊരു സമയക്രമം സുപ്രീം കോടതി നിശ്ചയിക്കണമെന്ന് പറഞ്ഞെങ്കിൽ അത് സുപ്രീം കോടതി അംഗീകരിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. പകരം സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ച് അതിന്റെ മറുപടിക്ക് ശേഷം എന്താണ് അവരുടെ നീക്കം എന്ന് അറിഞ്ഞതിന് ശേഷം തീരുമാനമെടുക്കാം എന്നാണ് സുപ്രീം കോടതി അറിയിച്ചത്. ഇവിടെ ഇരുവാദങ്ങളും 15 മിനിറ്റ് ഇരു വിഭാഗങ്ങളുടെയും വാദം കേട്ടിരുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു ഈ സമയത്തുള്ള വാദങ്ങൾ പുരോഗമിച്ചത്? സൗമ്യ, ഇത് 5 നമ്പർ കോടതിയിൽ ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ ആണ് നേരത്തെ ഇക്കാര്യത്തിൽ സെൻകുമാർ കേസിൽ വിധി പറഞ്ഞത്. അതേ ബെഞ്ചിൽ തന്നെയാണ് ഇന്ന് കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്തത്. 6ാമത്തെ കേസായി എടുത്തു. ഈ കേസായി ആദ്യം തന്നെ സെൻകുമാറിന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഈ കോടതി ഉത്തരവിനെ നോക്കി സംസ്ഥാന സർക്കാർ കോടതി ഉത്തരവിനെ അപഹസിക്കുകയാണ് എല്ലാ തരത്തിലും. ഇത് ഏകദേശം 13 ദിവസമായി, എന്നിട്ടും ഇതുവരെ സെൻകുമാറിനെ പുനർനിയമിച്ചിട്ടില്ല എന്ന് സെൻകുമാറിന്റെ അഭിഭാഷകനാണ് ആദ്യം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വാദം തുടങ്ങിയത്. ഉടനെ സംസ്ഥാന സർക്കാരിന് വേണ്ടി മുതിർന്ന സിദ്ധാർത്ഥ് ലൂതെ പറഞ്ഞത് ഇക്കാര്യത്തിൽ 2 കാര്യങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കാനുണ്ട്. ഒന്ന്, ഒരു വ്യക്തത വേണം ഇക്കാര്യത്തിൽ ഉത്തരവിൽ. ജൂൺ 1 ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കിയപ്പോൾ അതേ ഉത്തരവിൽ തന്നെയാണ് മറ്റ് DGPയുടെ നിയമനങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പൊ അവരുടെ കാര്യത്തിൽ എന്താകും എന്ന കാര്യത്തിൽ വ്യക്തത വേണം. മറ്റൊന്ന്, ഒരു ക്ലാരിഫിക്കേഷൻ വേണം. അക്കാര്യത്തിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഭേദഗതി വേണം. ഭേദഗതിയുടെ കാര്യം എന്ന് പറയുമ്പോൾ സംസ്ഥാന പോലീസ് ഫോഴ്സിന്റെ ചീഫ് എന്നൊരു സ്ഥാനം ഇപ്പോൾ ഇല്ല. സെൻകുമാറിനെ അങ്ങനെയാണ് നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് മേധാവിയെ നിയമിച്ചിട്ടില്ല. ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. സുപ്രീം കോടതി ഉത്തരവ് കാര്യമുണ്ട്, അതിൽ വ്യക്തത വരുത്തണം എന്ന് സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത് നിങ്ങൾ ഇത്രയും ദിവസമായി നിയമിക്കാത്തതിലൂടെ സൂചിപ്പിക്കുന്നത് സെൻകുമാറിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച, അതായത് കോടതി വിധിയെ അപഹസിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ ആരോപണം ശരിവെക്കുന്നു എന്നാണ്. ഒരു തരത്തിലും അത് അംഗീകരിക്കാനാകില്ല. നമ്മൾ തന്നെ 2 ദിവസത്തോളം നീണ്ട വാദത്തിന് ശേഷം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഈ ഭേദഗതി റിവ്യൂലൊക്കെ ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങൾ 2 ദിവസം നീണ്ട വാദഗതിയിനിടയിൽ പലതവണ ആവർത്തിക്കപ്പെട്ടതാണ്. അതിനുശേഷം വ്യക്തത വരുത്തിയതുമാണ്. അതിനുശേഷം വീണ്ടും ഭേദഗതിയുമായി വന്ന സാഹചര്യത്തിൽ അത് അംഗീകരിക്കാനാകില്ല എന്ന് തന്നെ കോടതി പറഞ്ഞു തുടങ്ങി. അപ്പോൾ വീണ്ടും സെൻകുമാറിന്റെ അഭിഭാഷകൻ ഇക്കാര്യത്തിൽ ചീഫ് സെക്രട്ടറി വിളിച്ചു വരുത്തണം, നിയമനങ്ങൾ ഇതിനിടയിൽ നടത്തുന്നുണ്ട്, അത് ശരിയല്ല എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ആ 2 ആവശ്യവും സുപ്രീം കോടതി തള്ളിയതിനു ശേഷമാണ് ഇന്ന് ഡെയിലി ഓർഡർ എന്ന നിലയിൽ 25,000 രൂപ സംസ്ഥാന സർക്കാരിന് പിഴയടയ്ക്കാനും ഈ കോടതിയലക്ഷ്യ ഹർജിയിൽ ചൊവ്വാഴ്ചയ്ക്ക് മറുപടി നൽകാൻ നോട്ടീസ് സംസ്ഥാന സർക്കാരിന് ഇഷ്യൂ ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ ഒരു ഭാഗത്ത് ഈ വിധത്തിൽ സെൻകുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് കോടതി അലക്ഷ്യം അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവിനെ അംഗീകരിച്ചില്ല എന്ന ഒരു വാദം
സ്വാഭാവികമായും നിയമപരമായി പരിശോധിക്കുമ്പോൾ അതിനാണ് കോടതി ഊന്നൽ നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? അതായത് സർലിംഗ്, മറ്റ് വിഷയങ്ങൾ, അതായത് മറ്റ് പോലീസ് തലപ്പത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തണമെന്ന ആവശ്യം, അത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു കഴമ്പും കോടതി കണ്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സൗമ്യ, ഇന്ന് കോടതിയുടെ ഒരു മുഴുവൻ സ്വഭാവം പരിശോധിക്കുമ്പോൾ സുപ്രീം കോടതി ഇന്ന് ഗൗരവമായി പരിഗണിച്ചത് ഈ നിയമനം നൽകാത്തതിനെതിരെയുള്ള കോടതിയലക്ഷ്യ ഹർജിയാണ്. ആ ഹർജിയിൽ വാദം കേൾക്കാം, അതോടൊപ്പം നൽകിയിരിക്കുന്ന മറ്റ് ആവശ്യങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ് സുപ്രീം കോടതിയുടെ ഒരു പൊതു നിലപാട്. പ്രത്യേകിച്ച് രണ്ട് ഭാഗത്തും തന്നെയായിരുന്നു. സംസ്ഥാന സർക്കാർ കോടതിയലക്ഷ്യ ഹർജിക്കെതിരെ കൊടുത്ത റിവ്യൂ പെറ്റീഷൻ, ഭേദഗതി പെറ്റീഷൻ, ഇത് രണ്ടും റിജക്ട് ചെയ്തു. ഇപ്പുറത്താകട്ടെ സെൻകുമാറിന്റെ അഭിഭാഷകൻ കോടതിയലക്ഷ്യ ഹർജിയോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി വിളിച്ചു വരുത്തണം, മറ്റ് നിയമനങ്ങൾ നിർത്തണം എന്നൊക്കെ ആവശ്യപ്പെട്ട് അതും തള്ളിക്കളഞ്ഞു. അങ്ങനെ രണ്ട് ഭാഗത്തു നിന്നുമുള്ള മറ്റ് ആവശ്യങ്ങളൊക്കെ തള്ളി പ്രധാനമായും കോടതിയലക്ഷ്യ കാര്യത്തിലേക്കാണ് സുപ്രീം കോടതി നീങ്ങിയത്. കോടതിയലക്ഷ്യ കാര്യത്തിൽ വാദത്തിനെടുക്കാം, അത് പരിശോധിക്കാം എന്നാണ് കോടതിയുടെ പൊതു നിലപാട്. ആ സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ സ്വാഭാവികമായും നിയമപരമായ നടപടികളുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടുക എന്ന പ്രാഥമിക നടപടിയിലേക്ക് കോടതി കടന്നത്. അപ്പോൾ തന്നെ നോട്ടീസ് ഇഷ്യൂ ചെയ്തു. ചൊവ്വാഴ്ചക്കകം സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ മറുപടി നൽകും. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൂടി ഈ കാര്യങ്ങൾ നിരീക്ഷിച്ചാൽ സർലിംഗ്, അതായത് സ്വാഭാവികമായും ഇവിടെ ആവർത്തിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത് ഇതിലൊരു വ്യക്തത എന്നുള്ള കാര്യം തന്നെയാണ്. ആ വിഷയം എത്രത്തോളം കോടതിക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിനായി? ഇനിയിപ്പോൾ ചൊവ്വാഴ്ച മറുപടി നൽകുന്ന ഈ ഒരു ഘട്ടത്തിലും ഈ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം എന്ന ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിന്റെ കൂടുതൽ നിയമസാധുത തേടുകയായിരിക്കുമോ ഇനി സർക്കാരിന്റെ മുൻപിൽ ഉള്ള ഒരു കാര്യം എന്നത്? എങ്ങനെയാണ് ഈ വിഷയം നിയമവിദഗ്ധർ വിലയിരുത്തുന്നത് സർലിംഗ്? സൗമ്യ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രധാനപ്പെട്ട വാക്ക് അതിൽ തന്നെ നമുക്ക് നിൽക്കാം. അതായത് വ്യക്തത വേണമോ വേണ്ടയോ എന്ന ആവശ്യം. സുപ്രീം കോടതിയുടെ ഇന്നത്തെ വാദത്തിനിടയിൽ അത്തരമൊരു ആവശ്യമായി ഇനി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഈ സംസ്ഥാന പോലീസ് മേധാവി എന്ന നിയമനം, അതിന് തന്നെ രണ്ട് വാക്കുകൾ വന്നു എന്നതാണ് കൺഫ്യൂഷൻ. അതായത് സ്റ്റേറ്റ് പോലീസ് ഫോഴ്സ് ചീഫ്, സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നീ രണ്ട് വാക്കുകളാണ്. ഈ രണ്ട് വാക്കുകൾ പോലീസ് ചീഫാണ് ഇപ്പോൾ ഉള്ളത്. പോലീസ് ഫോഴ്സ് ചീഫ് എന്ന ഇല്ലാത്ത പദവിയിലാണ് സെൻകുമാറിനെ ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും പുനർനിയമിക്കുമ്പോൾ പോലീസ് ഫോഴ്സായി നിയമിക്കാൻ അദ്ദേഹത്തെ വീണ്ടും നിയമിക്കാൻ പറ്റില്ല. അദ്ദേഹത്തെ പോലീസ് ചീഫായി ഒരിക്കലും നിയമിച്ചിട്ടില്ല എന്ന് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ ഈ റിവ്യൂ ഹർജിയിലൂടെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഈ കാര്യത്തിലുള്ള വ്യക്തതയാണ് സുപ്രീം കോടതി തള്ളിയത്. കാരണം നേരത്തെ സെൻകുമാറിന്റെ ഹർജിയിൽ നടന്ന വാദത്തിനിടയിൽ ഇക്കാര്യം സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നാണ് സുപ്രീം കോടതി ഇന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അന്നേ ദിവസം പുറപ്പെടുവിച്ച ജസ്റ്റിസ് മദൻ ബി ലോക്കൂറിന്റെ വിധിന്യായത്തിന്റെ ആദ്യ സെന്റൻസ് തന്നെ DGP ആകട്ടെ, പോലീസ് ഫോഴ്സ് ചീഫ് ആകട്ടെ, സ്റ്റേറ്റ് പോലീസ് ആകട്ടെ, എന്തായാലും ആ പേരുകൾ എന്തായാലും പദവി ഒന്ന് തന്നെയാണ് എന്ന് വിധിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ വീണ്ടും വ്യക്തത വേണമെന്ന ആവശ്യവുമായി മുന്നോട്ട് പോകാനാകില്ല. അതുകൊണ്ടാണ് അത് ആവശ്യപ്പെട്ട് നൽകിയ ഭേദഗതി ഹർജി തന്നെ സുപ്രീം കോടതി ഇന്ന് പിഴ നൽകിയത്. അതേ തുടർന്ന് സംസ്ഥാന സർക്കാർ ആ ഹർജി പിൻവലിക്കുകയും ചെയ്തു. ഇനി അതുമായി മുന്നോട്ട് പോകാനല്ല, പകരം കോടതി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാദത്തിനിടയിൽ പുതിയ ന്യായമുഖങ്ങൾ ഉയർത്തേണ്ടി വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് പക്ഷേ ഇതുവരെ സമയമുണ്ട്. സംസ്ഥാന സർക്കാരിന് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, സെൻകുമാറിന്റെ അഭിഭാഷകർ ആവശ്യപ്പെട്ടതുപോലെ നിയമിക്കാൻ ഒരു സമയം സുപ്രീം കോടതി ഉത്തരവിൽ പറഞ്ഞില്ല എന്നത്. അതായത് അദ്ദേഹത്തിന് എത്രയും വേഗം നിയമിക്കണം. ഇന്ന് റിവ്യൂ കോടതിയലക്ഷ്യ ഹർജിയുമായി പോകുമ്പോഴും സെൻകുമാറിന്റെ അഭിഭാഷകൻ ിരുന്നത് കോടതി ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ നിയമിക്കാൻ ഉത്തരവിടും. അതായത് അദ്ദേഹത്തെ എത്രയും വേഗം, അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് 2 ദിവസത്തിനകം 3 ദിവസത്തിനകം അദ്ദേഹത്തെ നിയമിക്കുക എന്ന് ഉത്തരവിടും എന്നാണ് പ്രതീക്ഷ. എന്നാൽ അങ്ങനെ ഒരു ഉത്തരവ് സുപ്രീം കോടതിയിൽ ഉണ്ടായില്ല എന്നത് ആശ്വാസകരം. ഇനി ചൊവ്വാഴ്ച വരെ ഒരു സമയമുണ്ട്. അതുവരെ സംസ്ഥാന സർക്കാരിനെ വേണമെങ്കിൽ പുനർനിയമിക്കാം, അല്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടികളും. പക്ഷേ കോടതിയലക്ഷ്യ നടപടികളായി മുന്നോട്ട് പോകുന്നത് നല്ലതാകില്ല എന്നാണ് ഇന്നത്തെ കോടതിയുടെ ഒരു പൊതുമനോഭാവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് സന്തോഷ്, സെൻകുമാറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് തന്നെ സർക്കാർ അന്ന് കൈക്കൊണ്ടിരുന്ന മറ്റ് DGPമാരുടെ വിഷയത്തിലും എടുത്ത നിലപാടുകളുടെ കാര്യത്തിൽ എങ്ങനെയാണ് നടപടിക്രമങ്ങൾ നടപ്പാക്കുക എന്ന സംശയം, അതാണ് വിധിയിലെ വ്യക്തത നമ്പർ 1. മറ്റൊന്ന്, ഭേദഗതിയും ഇതിൽ ആവശ്യപ്പെടുന്നു. സർക്കാർ മുമ്പോട്ട് വെച്ച ഈ ഹർജി ഏത് വിധത്തിലാണ് തള്ളുന്നത്? എന്തൊക്കെയാണ് ആ ഹർജിയുടെ സാധുതകളെ നിരാകരിച്ചുകൊണ്ട് കോടതി ഇന്ന് വ്യക്തമാക്കിയത്? അജിംഷാദ്, ഈ രണ്ട് വിഷയങ്ങളും നമുക്ക് ഇന്ന് കോടതിയിൽ നടന്ന കാര്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. ഒന്ന്, ഭേദഗതിയുടെ കാര്യം. ഭേദഗതിയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ചിട്ടില്ല എന്നാണ് ഭേദഗതിയായി സംസ്ഥാന സർക്കാർ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചത്. അതായത് പോലീസ് ഫോഴ്സ്
ചീഫ് ഓഫ് പോലീസ് ഫോഴ്സ്. ആ ഫോഴ്സ് എന്ന വാക്ക് ശ്രദ്ധിക്കുക. ചീഫ് ഓഫ് പോലീസ് ഫോഴ്സ് എന്നാണ് അദ്ദേഹത്തെ സെൻകുമാറിനെ നിയമിച്ചിരിക്കുന്നത്. എന്നാൽ 2011 സംസ്ഥാന നിയമപ്രകാരം പോലീസ് ഫോഴ്സ് ചീഫ് ഇപ്പോഴില്ല. സംസ്ഥാന പോലീസ് ചീഫ് എന്ന് മാത്രമേ ഉള്ളൂ, സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സെൻകുമാറിന്റെ നിയമ അനധികൃതം അദ്ദേഹത്തെ അങ്ങനെ നിയമിച്ചിട്ടില്ല. ഇതാണ് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ച ഭേദഗതിയിലൂടെ ചൂണ്ടിയത്. എന്നാൽ ഇത് നേരത്തെ വാദത്തിനിടയിലും സംസ്ഥാന സർക്കാർ ഉയർത്തി കാണിക്കുകയും മദൻ ബി ലോക്കൂറിന്റെ ആദ്യ സെന്റൻസിൽ തന്നെ ഇത് അറിയിക്കുകയും ഇത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. DGP ആകട്ടെ, പോലീസ് ഫോഴ്സ് ചീഫ് ആകട്ടെ, സ്റ്റേറ്റ് പോലീസ് ചീഫ് ആകട്ടെ, എന്തായാലും ഇത് മൂന്നും ഒരു പോസ്റ്റിനെ തന്നെയാണ് നിർവചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇനി ഒരു ഭേദഗതിയുടെ ആവശ്യമില്ല എന്ന് നേരത്തെ തന്നെ സുപ്രീം കോടതി തള്ളിയിരുന്നു. ഇപ്പോൾ ഭേദഗതിയുമായി പോയപ്പോഴും സുപ്രീം കോടതി പ്രകോപിപ്പിച്ചത് അത് തന്നെയാണ്. കാരണം വീണ്ടും ഇതേ ആവശ്യം വരേണ്ട കാര്യമില്ല, അത് നേരത്തെ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഇന്ന് ഭേദഗതി എന്ന ഹർജിയിൽ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് പിഴയിട്ടത്. 25,000 രൂപയാണ് പിഴയിട്ടത്. മറ്റൊന്ന് റിവ്യൂ പെറ്റീഷൻ. ജൂൺ 1 ഉത്തരവിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന മറ്റ് DGPമാരുടെ നിയമനം എന്താകും എന്ന ജൂൺ 1 ഉത്തരവ് അത് റദ്ദാക്കുന്നതോടെ മറ്റ് 3 DGPമാരുടെ നിയമനങ്ങൾ അനിശ്ചിതത്വത്തിലാകും എന്ന അക്കാര്യത്തിൽ വ്യക്തത വേണം എന്ന റിവ്യൂ വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. അക്കാര്യവും ഇന്ന് സുപ്രീം കോടതി അധികം പ്രഷർ ചെയ്തില്ല. അക്കാര്യത്തിൽ കൂടുതൽ പരാമർശങ്ങളിലേക്ക് കടന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് മാത്രമല്ല, കോടതി അലക്ഷ്യ ഹർജിയിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ഇനി സ്വാഭാവികമായിട്ടും കോടതി അലക്ഷ്യ ഹർജി എത്തുമ്പോൾ ഈ റിവ്യൂ പെറ്റീഷനിലെ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന് വീണ്ടും ഉയർത്താൻ കഴിയും. എന്നാൽ ഭേദഗതി ആവശ്യമുള്ള അപേക്ഷ അതിനി ഉയർത്താൻ കഴിയില്ല. അക്കാര്യത്തിൽ പിഴ ഈടാക്കുകയും സംസ്ഥാന സർക്കാർ തന്നെ ആ ഭേദഗതി അപേക്ഷ പിൻവലിക്കുകയും ചെയ്തിരിക്കും. അതായത് ഇപ്പോൾ ശ്രീ ജേക്കബ് ജോർജ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി കൂടി ഉയരുന്ന ഒരു ഘട്ടമുണ്ട്, നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കോടതിയുടെ ഈ വിധിയും പരാമർശങ്ങളുടെയും പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കേണ്ടത്? കുമാറിന് ഈ കാര്യത്തിൽ ഗവൺമെന്റ് ഒരു നിയമനം കൊടുക്കുകയല്ലാതെ വേറെ വഴിയില്ല. അത് തന്നെയായിരുന്നു ഇതുവരെയുള്ള സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ച് പറഞ്ഞതും സെൻകുമാറിന് നിയമനം കൊടുക്കും എന്ന് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു പുനഃപരിശോധനാ ഹർജി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് സർക്കാർ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ സെൻകുമാറിന് നിയമനം കൊടുക്കുക, എത്രയും വേഗം നിയമനം കൊടുക്കുക എന്നത് തന്നെയാണ് പോംവഴി. അല്ലെങ്കിൽ ഗുരുതരമായ സുപ്രീം കോടതിയുടെ ഗുരുതരമായ നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. ഒരു സംശയം എന്ന നിലയിൽ, അതായത് സെൻകുമാർ DGP ആയി ഉയരുന്നതിന് മുമ്പ് ചില അനധികൃതമായ നടപടിക്രമങ്ങൾ നടത്തി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് സെൻകുമാർ ആ വിഷയത്തിൽ യോഗ്യനല്ല എന്ന മുൻകാലത്തെ ചില കാര്യങ്ങൾ എടുത്ത് ചർച്ചയായി വീണ്ടും എത്തിയിരുന്നു. അതൊരു പക്ഷേ ഇനിയുള്ള പ്രതിരോധത്തിന് സർക്കാരിനെ സഹായിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊക്കെ അത്ര ശക്തിയേറിയ വാദമുഖങ്ങളല്ല. സെൻകുമാറിന്റെ നിയമനത്തിൽ ഇലക്ഷൻ കമ്മിറ്റി കൂടിയില്ല, അദ്ദേഹത്തെ സ്റ്റേറ്റ് പോലീസ് ചീഫായിട്ട് നിയമിച്ചില്ല എന്നൊക്കെ. യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലുള്ളത് ഗവൺമെന്റ് അല്ല, സെൻകുമാറും മുൻ DGP സെൻകുമാറും. അത് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ഇപ്പോഴത്തെ DGP സെൻകുമാറും ചീഫ് സെക്രട്ടറി നളിനി നെറ്റോയും തമ്മിലുള്ള വ്യക്തിപരമായ ഒരുപക്ഷെ ഔദ്യോഗികമായ ഒരു 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 പക അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ സംഭവം തന്നെ ഉണ്ടായത്. തീർച്ചയായിട്ടും സർക്കാർ അതിനകത്ത് ബലിയാടാവുകയാണ് ചെയ്യുന്നത്, അറിഞ്ഞോ അറിയാതെയോ. ഇക്കാര്യത്തിൽ സർക്കാരിനെ എത്രയും വേഗം ഇക്കാര്യം പീസ്ഫുൾ ആയിട്ട് തീർക്കുക തന്നെയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അഭികാമ്യമായിട്ടുള്ളത്. അത് തന്നെയാണ് ശ്രീ ജേക്കബ് ജോർജ്. നിയമസഭയ്ക്കുള്ളിലും പുറത്തും അദ്ദേഹം, പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നതും അത് തന്നെയാണ്. സുപ്രീം കോടതി വിധിയാണ് അന്തിമം, അത് ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന്. സ്വാഭാവികമായും ഇതിന്റെ ചില നടപടിക്രമങ്ങളില്ലേ, ഇത് ലോ സെക്രട്ടറിമാർ വഴി ചീഫ് സെക്രട്ടറിക്ക് എത്തണം, വീണ്ടും അത് ലോ മിനിസ്റ്ററിലേക്ക് പോകണം, പിന്നീട് അതിന്റെ ഔദ്യോഗികമായ പതിപ്പെത്തണം. ഈ ഒരു താമസം 8 ദിവസമേ ആയിട്ടുള്ളൂ. അങ്ങനെ ഒരു താമസം. 1. 2, വിധിയുമായും ബന്ധപ്പെട്ട വ്യക്തതയ്ക്കുള്ള സമീപനം സെൻകുമാറിനെ പോലെ തന്നെ സർക്കാരിനും അവകാശങ്ങളുണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട കാര്യം അതിനെ ഒരു ഈഗോ പ്രോബ്ലം എന്ന രീതിയിൽ ജുഡീഷ്യറി ഡെവലപ്പ് ചെയ്യുന്നു എന്നതാണോ ഇത്തരത്തിൽ 25,000 രൂപ കോടതി ചെലവിന് കെട്ടിവെക്കണം എന്നതിലേക്ക് പറയുന്നത്? ഉണ്ടോ സട്ടിലായതിൽ? അല്ലല്ല, അതേക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. സുപ്രീം കോടതി വിധിച്ച സ്ഥിതിക്ക്, പറഞ്ഞ സ്ഥിതിക്ക് അതേക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു DGPയെ നിയമിക്കുക എന്നുള്ളതിന്റെ അന്തിമമായ അവകാശവും സ്വാതന്ത്ര്യവും ഒരു സംസ്ഥാന സർക്കാരിന് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്റെ അഭിപ്രായം എന്ന് മാത്രമല്ല, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആരും അങ്ങനെ പറയുകയുള്ളൂ. ഇപ്പൊ തന്നെ UPയിലെ പുതിയ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് ശേഷം അപ്പോൾ തന്നെ ആദ്യമേ തന്നെ ചെയ്തത്
DGP മാറ്റുകയായിരുന്നു. ഇവിടെയും സെൻകുമാറിനെ മാറ്റി. കാരണം സെൻകുമാർ ഈ ഗവൺമെന്റിന് അഭികാമ്യമല്ല എന്ന് തോന്നിയത് കൊണ്ട്. പക്ഷേ അത് മറ്റു രീതി. എന്നിട്ട് അദ്ദേഹം കഴിവില്ലാത്തവനാണ്, അദ്ദേഹം വീഴ്ച വരുത്തിയ പല വീഴ്ചകൾ വരുത്തി, അന്വേഷണത്തിൽ പുറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള കേസുകളിൽ വീഴ്ച വരുത്തി എന്നൊക്കെയുള്ള അദ്ദേഹത്തിനെതിരെയുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആരോപണങ്ങൾ, അദ്ദേഹത്തിനെതിരെ ഫയലിൽ കൃത്രിമത്വം കാണിച്ചു. തീർച്ചയായിട്ടും ഗുരുതരമായ ചില കാര്യങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉദ്യോഗസ്ഥ ഭാഗത്തു നിന്നുണ്ടായി. അതായിരിക്കണം അദ്ദേഹത്തെ ചൂടിപ്പിച്ചത്. എന്തൊക്കെയാണെങ്കിലും സുപ്രീം കോടതി ഇപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. ഗവൺമെന്റിന് ആ ഉത്തരവ് അംഗീകരിക്കുകയും അത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അത് പ്രോസസ് എന്തൊക്കെയായാലും ശരി അദ്ദേഹത്തിന് നിയമനം കൊടുക്കുകയുമാണ് അഭികാമ്യം. അപ്പോൾ ഈ മറ്റ് DGPമാരുടെ കാര്യത്തിൽ, അതേ തസ്തികയിലുള്ളവരുടെ കാര്യത്തിൽ എടുത്ത തീരുമാനം ബെഹ്റയും ഇതേ സെൻകുമാറിന്റെ അവകാശങ്ങൾ ബാധകമാകുമല്ലോ ഇനി മുതൽ. അങ്ങനെയാണെങ്കിൽ അത്തരം കൺഫ്യൂഷൻസ് ഒക്കെ എങ്ങനെയാണ് തീർക്കുക? അല്ല, അതൊക്കെ ഗവൺമെന്റിന്റെ അധികാരമുണ്ടല്ലോ. ഗവൺമെന്റിന്റെ അധികാരത്തിന്റെ പരിധിയിൽ വരുന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിക്കുകയും അതോടൊപ്പം തന്നെ ഗവൺമെന്റിന്റെ അധികാരത്തിൽ വരുന്ന മറ്റു കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുകയും ആകാമല്ലോ. ശരിയാണ്, തീർച്ചയായും. പിന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി, ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർന്ന സ്ഥിതിക്ക് കോടതിയുടെ അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പുറത്തും ഈ വിഷയം ചർച്ച ചെയ്യാമല്ലോ. അതായത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ യോഗി ആദിത്യനാഥിന്റെ അടക്കമുള്ള ഉദാഹരണങ്ങൾ എന്തിന് നരേന്ദ്രമോദി പ്രധാനമന്ത്രി തന്നെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലൊരു സർക്കാർ സംസ്ഥാപിതമാകുമ്പോൾ, ഒരു പുതിയ സർക്കാർ സംസ്ഥാപിതമാകുമ്പോൾ തങ്ങളുടെ ഉദ്യോഗസ്ഥ എക്സിക്യൂട്ടീവ്സിനെ മാറ്റി അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു പുനർവിന്യാസം നടത്താറുണ്ട്. അതൊരു പതിവാണ്. അതാണ് മാൻഡേറ്ററി നൽകുന്നതും. അങ്ങനെയാണെങ്കിൽ അവിടേക്ക് കോടതി കടത്തി എന്ന മാനം കൊണ്ടുവരാൻ സർക്കാർ പരാജയപ്പെട്ടു എന്ന് വരും. അങ്ങനെയാണെങ്കിൽ സർക്കാരിന്റെ വാദഗതിയും നിലപാടും തെറ്റാണ് എന്ന് വരുത്തേണ്ടി വരും. പക്ഷേ ഇതിനകത്ത് സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. ആ വിഷയങ്ങളാണ് സെൻകുമാറിന് അനുകൂലമായിട്ട് വന്നത്. അതിൽ ഒരുപക്ഷെ സർക്കാർ അഭിഭാഷകർക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്കും പ്രത്യേകിച്ച് ചീഫ് സെക്രട്ടറിക്കും തെറ്റുപറ്റി എന്ന് തന്നെ പറയേണ്ടി വരും. എന്തുകൊണ്ട് ചീഫ് സെക്രട്ടറി ഒരു വ്യക്തിപരമായ ഒരു പകപോക്കലിന് ഒരുങ്ങുന്നു എന്നുള്ളതൊരു വലിയ വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും അതൊക്കെ ആയിരിക്കും ഇനി പരിഗണന. അത് സെൻകുമാറിന്റെ ആരോപണമല്ലേ? അതേ സംബന്ധിച്ച് കോടതി പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അത് കോടതി അതിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് കോടതിയുടെ ആദ്യത്തെ ഉത്തരവിൽ അത് വ്യക്തമായിട്ട് തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഫയലിലുള്ള വ്യത്യാസങ്ങൾ. തീർച്ചയായും വളരെ നന്ദി. ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ ജേക്കബ് ജോർജ്. സന്തോഷ് സർലിംഗിലേക്ക് തന്നെ. സന്തോഷ്, ഇപ്പോൾ ഇനി സർക്കാരിന്റെ മുന്നിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് നിയമപരമായി? ജംഷാദ്, ഇനി സർക്കാരിന് രണ്ട് വഴികളുണ്ട്. ഒന്ന്, ചൊവ്വാഴ്ചയുള്ള കോടതിയലക്ഷ്യ ഹർജിയിൽ നേരിട്ട് ഹാജരായി നിലപാട് അറിയിക്കുക. തുടർന്ന് കോടതിയലക്ഷ്യ വാദങ്ങളുമായി അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും വാദങ്ങളുമായി മുന്നോട്ട് പോകാം എന്നതാണ്. രണ്ടാമത്തേത്, അതിനു മുമ്പ് സെൻകുമാറിന്റെ നിയമനം നടത്തുക എന്നതാണ്. കാരണം ഇന്ന് സുപ്രീം കോടതിയുടെ ചില പരാമർശങ്ങൾ ശ്രദ്ധിക്കുക. സെൻകുമാറിന്റെ അഭിഭാഷകൻ നിയമിച്ചില്ല എന്ന് എടുത്തു പറഞ്ഞപ്പോൾ ഒരു ക്രമം നിശ്ചയിക്കണം, അതിനകം ഒരാഴ്ചയ്ക്കോ രണ്ടാഴ്ചയ്ക്കോ നിയമിക്കാൻ ഉത്തരവിടണം എന്ന് പറഞ്ഞപ്പോൾ അതിലോട്ട് നമ്മൾ കടക്കുന്നില്ല. പക്ഷേ നിയമിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യണം എന്ന് കോടതിക്ക് അറിയാം, അച്ചടക്കം പഠിപ്പിക്കാനും കോടതിക്ക് അറിയാം എന്ന് ഒരു പരാമർശം കോടതിയിൽ നിന്നുണ്ടായി എന്നതാണ് ഏറ്റവും പ്രത്യേകത. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി അത് വളരെ ഗൗരവമായി പരിഗണിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ചൊവ്വാഴ്ച ഇക്കാര്യത്തിൽ വാദത്തിന് എടുക്കുമ്പോൾ സുപ്രീം കോടതി സ്വാഭാവികമായും കടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല.